ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. വെറും 2 ചേരുവകൾ വേണ്ടി മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ, എല്ലാവരുടെ അടുക്കളയിലുള്ളത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരുന്നത് എൻ്റെ ലൈവായിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇതേപോലത്തെ റിസൾട്ട് കിട്ടുന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇത് ഒറ്റ യൂസിൽ എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. ഒരു 1-2 ഷെയ്ഡ് നമുക്കുള്ള നിറത്തിനേക്കാൾ നിറം വെക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല തിളക്കം വരാനും സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഫേസിന് ആ ഒരു സ്കിന്നിന് വളരെ നല്ല എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ വന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള തേങ്ങ ഒരു 5 ടേബിൾ സ്പൂണോളം തേങ്ങ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ 5 ടേബിൾ സ്പൂണ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ഒഴിക്കരുത്. അത് ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ, അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ തേങ്ങാപ്പാൽ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക. തേങ്ങാപ്പാൽ നല്ല കട്ടിയിലുള്ള പാൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അധികം വെള്ളം ഒഴിക്കരുത് എന്ന് പറയുന്നത്. വെള്ളം കൂടി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇട്ട തേങ്ങേൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിക്കുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ 5 ടേബിൾ സ്പൂണ് തേങ്ങാപ്പാലിൻ്റെ നീരും നമ്മൾ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കണം. ആ കംപ്ലീറ്റ് നീര് നമുക്ക് വേണം. 5 ടേബിൾ സ്പൂണ് തേങ്ങേൻ്റെ നീര്. അപ്പോൾ ആ പാല് കിട്ടിയിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഗോതമ്പിൻ്റെ പൊടി ആഡ് ചെയ്യുക. ഗോതമ്പിൻ്റെ പൊടി, അരിപ്പൊടി, അതേപോലെ തന്നെ കോൺഫ്ലവർ, ഇതിൽ 3-ൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ അരിപ്പൊടി എടുത്താൽ ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താൽ മതി. അപ്പോൾ അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കട്ട പിടിച്ചോ. നമ്മൾ കംപ്ലീറ്റ് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ കട്ട പിടിച്ചോ. നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ് കേട്ടോ ഈ തേങ്ങാപ്പാലും ഗോതമ്പിൻ്റെ പൊടിയും. ഇത് രണ്ടും സ്കിൻ വൈറ്റനിങ്ങിന് നന്നായി സഹായിക്കും. അപ്പോൾ ഇത് ബാക്കിയുള്ള കംപ്ലീറ്റ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഇതിൽ കട്ട ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കട്ട ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാക്ക് റെഡി ആയിട്ട് കിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ നമ്മൾ ചൂടാക്കുക. വളരെ ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇത് അടി പിടിച്ചോ കട്ട പിടിച്ചോ ആകെ കൊളാവും. അതുകൊണ്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ തീ അങ്ങ് ഓഫ് ചെയ്താളിയ. എന്നിട്ട് ആ പാത്രത്തിൻ്റെ ചൂട് തന്നെ പിന്നീട് അത് റെഡി ആയിക്കോളും. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. കാരണം ഗോതമ്പ് പൊടിയും തേങ്ങാപ്പാലും പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇതിവിടെ ഈ ഒരു ഇങ്ങനെ നമ്മുടെ പാനിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഓഫാക്കി ഇട്ടാൽ ആ പാനിൻ്റെ ചൂടിന്ന് കറക്റ്റ് ആയിക്കോളും. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് മാറ്റാം. അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഈ തയ്യാറാക്കിയ പാത്രത്തിൽ തന്നെ ചൂടാറാൻ വേണ്ടി വെക്കരുത്. അപ്പോൾ അത് കുറച്ച് കട്ടായിപ്പോവും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ചൂടാറാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോൾ അതൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫേസിലും നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കൈകൾ, കാലുകൾ, ബോഡി, അതുപോലെ തന്നെ മുഖം, എല്ലായിടെയും നമുക്കിത് അപ്ലൈ ചെയ്യാം. കുളിക്കുന്നതിന് മുന്നേ ദിവസവും ഇത് ചെയ്യുകയാണെങ്കിൽ ബോഡിക്കും നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അപ്പം ഞാനിതെൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം ആദ്യം നമ്മളൊന്ന് മുഖമെല്ലാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു 2 മിനിറ്റ് നന്നായി മസാജ് ചെയ്ത് നല്ല കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇത് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നമ്മൾ കൈ കളയാണ് ചെയ്യേണ്ടത്. പിന്നെ സോപ്പ് ഉപയോഗിച്ചിട്ട് കൈ കളയാൻ പാടില്ല. അപ്പോൾ ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കഴുകിക്കളയാം. അപ്പം ഞാനിത് സാധാരണ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി ഓവറായിട്ട് ഡ്രൈ ആയാൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഓവർ ഡ്രൈ ആവാണ്ട് നോക്കണം. പിന്നെ റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്തും നമ്മൾ മസാജ് ചെയ്ത് റിമൂവ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല സോഫ്റ്റ് ആവും, നല്ല കളറ് വരും, നല്ല തിളക്കവും വരും. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇതേ റിസൾട്ട് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ഇതിലും നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടലുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് യൂസിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ആ ഒരു നിറം നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ, നല്ല ബേബി സോഫ്റ്റ് സ്കിന്ന് കിട്ടാൻ നിങ്ങൾക്ക് സഹായിക്കും കേട്ടോ.
അപ്പോൾ ഇത്രയും നല്ലൊരു ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ മുഖത്ത് ഇതിലും നല്ല ഒരു ഗ്ലോ ആയിരുന്നു കിട്ടിയത്. ഗോതമ്പ് പൊടി തേങ്ങാപ്പാലും എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത് എത്രത്തോളം നമ്മുടെ സ്കിന്നിന് നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. നല്ലൊരു ഫേസ് പാക്കാണിത്. ഒന്നാമത് സ്കിന്ന് നല്ല സോഫ്റ്റ് ആകുന്നുണ്ട്, അതാണ് മെയിനായിട്ട് പറയുന്നുള്ളത്. പിന്നെ ഇത് നല്ല തിളക്കം കിട്ടാനും ഫസ്റ്റ് യൂസ് തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. വളരെ നല്ലൊരു പാക്കാണ്. മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നമുക്കിത് യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യുക. പിന്നെ അരിപ്പൊടി യൂസ് ചെയ്യുന്നവർ ഡെയിലി യൂസ് ചെയ്യേണ്ട കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്